ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പർഹരീസ് കെയർ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ആർട്ടിക്കിൾ 370യെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സംസാരിച്ചു. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നാട്ടുരാജാക്കളുടെ വിലയം പ്രാപിക്കുന്ന ഒരു ഇന്ത്യൻ യൂണിയനോട് വിലയം പ്രാപിക്കുന്ന രാജ്യങ്ങളുടെ പ്രിൻസിലി സ്റ്റേറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യമായിട്ട് ഇന്ത്യയോട് ചേരാൻ സമ്മതമില്ലാതിരുന്നത് 5 നാട്ടുരാജ്യങ്ങളായിരുന്നു. 565 5 ഒരു ചെറിയ സംഖ്യയാണ്, എങ്കിൽ തന്നെ ആ 5ഉം ഭയങ്കരമായിട്ടുള്ളൊരു 5ആയിരുന്നു. നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ഒന്ന് നമ്മുടെ സ്വന്തം ട്രാവൻകൂർ എന്ന നാട്ടുരാജ്യം. രണ്ടാമത്തത് ജോധ്പൂർ, രാജസ്ഥാനിലുള്ള ജോധ്പൂർ പ്രോവിൻസ്. പിന്നെ മധ്യപ്രദേശിലെ ഭോപ്പാൽ. പിന്നെ ഹൈദരാബാദ്, നിസാമിൻ്റെ ഹൈദരാബാദ്. ഓക്കെ. പിന്നെ ജൂനാഗഡ്, ഗുജറാത്തിലെ ജൂനാഗഡ്. ലാസ്റ്റ് ഓഫ് കോഴ്സ് കാശ്മീർ. അപ്പോൾ ഈ 5 നാട്ടുരാജ്യങ്ങളുടെ ഒരു സർക്കംസ്റ്റൻസ് നമുക്കൊന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ. ട്രാവൻകൂർ ആക്ച്വലി വാണ്ടഡ് ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ദാറ്റ് വുഡ് ബി ഓപ്പൺ ടു ദി ഐഡിയ ഓഫ് സൈനിങ് ട്രീറ്റി വിത്ത് ഇന്ത്യൻ യൂണിയൻ ട്രീറ്റി സൈൻ ചെയ്തിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിലകൊള്ളാം എന്നുള്ള ഒരു അടവ് നയമായിരുന്നു അവരുടെ. പക്ഷേ അത് പറ്റത്തില്ല, അത് ഒന്നും സമ്മതിച്ചില്ല. പിന്നെ മാത്രമല്ല, അതിൻ്റെ വരായികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി യാതൊരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഇല്ല, ഓവറോൾ ഇന്ത്യ ആയിട്ട് നിന്നാലേ നമുക്ക് പുരോഗമനം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവരെ മനസ്സിലാക്കി. അൾട്ടിമേറ്റ്ലി ട്രാവൻകൂർ ജോയിൻഡ് വിത്ത് ഇന്ത്യ ഓൺ 30 July 1947. Next, Jodhpur. The Rajput princely state, despite having a Hindu king and a large Hindu population, strangely had a tilt towards Pakistan. ഒരു രാജ്പുത്ത് കിങ് ആയിരുന്നു, ഇഷ്ടംപോലെ ഹിന്ദു പോപ്പുലേഷനുള്ള സ്ഥലമായിരുന്നു. എന്നാലും അവർ വളരെ സ്ട്രേഞ്ചായിട്ട് അവർ ബിഹേവ് ചെയ്തു. അവർ പാകിസ്ഥാനോടൊരു ചായ്വ് പ്രകടിപ്പിക്കാനുണ്ടായത്. ജിന്ന ഓഫേർഡ് ഹിം മെനി ബെനിഫിറ്റ്സ് ഓൾസോ. ഇതറിഞ്ഞ ജിന്ന ഒരുപാട് ബെനിഫിറ്റ് ഓഫർ ചെയ്തു അദ്ദേഹത്തിന്. ഹവർ പട്ടേൽ ഓഫേർഡ് ഹിം ദാറ്റ് ഇമ്പോർട്ടിംഗ് ആംസ് വുഡ് ബി അലൗഡ്. ഇവർക്കൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആംസ് ഇമ്പോർട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഭയങ്കര സേനയും ഒക്കെ നിലനിർത്തുന്നതിലൊക്കെയായിരുന്നു ഈ രാജാക്കന്മാർക്കൊക്കെ കൂടുതൽ താല്പര്യം. യുദ്ധക്കൊതി ഒക്കെ കൂടുന്നത് ജോധ്പൂരിലെ മേവാട് യുദ്ധം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആംസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുവാദമെല്ലാം അവർക്ക് പട്ടേൽ കൊടുത്തു. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത്. ജോധ്പൂർ വിൽ ബി കണക്റ്റഡ് ടു കട്ടിഹാർ ബൈ റെയിൽ. അത് പിന്നെ കട്ടിഹാറുമായിട്ട് റെയിൽ ഹെഡ് തരാം, റെയിലുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓഫർ കൊടുത്തു. ആൻഡ് ദാറ്റ് ഇന്ത്യ വുഡ് സപ്ലൈ ഗ്രെയിൻസ് ടു ഇറ്റ് ഡ്യൂറിങ് ഫാമിൻസ്. അതായത് വരൾച്ച അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ധാന്യങ്ങളൊക്കെ തന്നോളാം എന്നൊക്കെ പറഞ്ഞ്. ഓൺ 11/8/1947 മഹാരാജ ഹൻവന്ത് സിംഗ്, King of Jodhpur, signed the instrument of accession and the state of Jodhpur was integrated into the Indian Dominion. അങ്ങനെ 11 August 1947 മഹാരാജ ഹൻവന്ത് സിംഗ് ആണ് ജോധ്പൂർ കിങ് സൈൻ ചെയ്തു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എല്ലാ നാട്ടുരാജ്യങ്ങളും സൈൻ ചെയ്ത് സെയിം പാറ്റേണാണ്. അത് അന്ന് സൈക്ലോ സ്റ്റൈൽ എടുത്താണോ ഫോട്ടോസ്റ്റാറ്റാണെന്ന് അറിയില്ല, അതോ ടൈപ്പ് ചെയ്യിച്ചെന്നറിയില്ല. അതാ രാജാവിൻ്റെ പേരും സ്ഥലവും മാത്രം എഴുതി ചേർക്കാവുന്ന രീതിയിൽ ആണ് അതിൻ്റെ ഒരു ഇത്. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു നമൂന കിട്ടുമോ നോക്കട്ടെ. നെക്സ്റ്റ്, ഭോപ്പാൽ. ഇറ്റ് വാസ് അനദർ സ്റ്റേറ്റ് ദാറ്റ് വിഷ്ഡ് ടു ഡിക്ലെയർ ഇൻഡിപെൻഡൻസ്. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു ഭോപ്പാൽ. ഓക്കെ. ഹിയർ എ മുസ്ലിം നവാബ് ഹമീദുള്ള ഖാൻ വാസ് റൂളിംഗ് ഓവർ എ മെജോറിറ്റി ഹിന്ദു പോപ്പുലേഷൻ. ഹിന്ദു മെജോറിറ്റി പോപ്പുലേഷൻ ആയിരുന്നെങ്കിലും അവരെ റൂൾ ചെയ്തിരുന്നത് ഒരു മുസ്ലിം കിങ് ആയിരുന്നു.
Okay. He was a close friend of Muslim League and had made clear his decision to attain independence to മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് നിലകൊള്ളും, മുസ്ലിം ലീഗുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്, അപ്പോൾ അവരുടെ എഗൻസ്റ്റ് ഞാൻ പോകുന്നില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം എന്നൊരാഗ്രഹമാണ് പറഞ്ഞത്. ഹൗവർ ദി ലെറ്റർ റോട്ട് ഹിം ബാക്ക് സ്റ്റേറ്റിംഗ് ദാറ്റ് നോ റൂളർ കുഡ് റൺ അവേ ഫ്രം ഡൊമിനിയൻ ക്ലോസസ്റ്റ് ടു ഹിം. മൗണ്ട് ബാറ്റൻ അദ്ദേഹത്തിനെ എഴുതി ധരിപ്പിച്ചു, ഏറ്റവും അടുത്തുള്ള ഡൊമിനിയനെ വിട്ട് അവർക്ക് റൺ അവേ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ അടുത്ത് ഇന്ത്യയാണ്, അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ചേരണമെന്ന്. ബൈ ജൂലൈ ഭോപ്പാൽ ഓൾസോ അസറ്റഡ് ടു ഇന്ത്യ. അങ്ങനെ ജൂലൈയിൽ അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, ദൂരെ കിടക്കുന്ന പാകിസ്ഥാനിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വേറെ എപ്പിസോഡുകളിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വരുന്ന അവരുടെ ലിംഗ്വിസ്റ്റിക് പ്രോബ്ലവും അവരുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പിന്നെ ദൂരമായിരുന്നു ഒരു വലിയ പ്രശ്നം. അതുപോലെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോൾ ഭോപ്പാലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഭോപ്പാലൊക്കെ നമ്മൾ വേറൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണെങ്കിൽ നമുക്ക് ഡൽഹി പോകണമെങ്കിൽ ആദ്യം ഭോപ്പാലിൽ കയറണ്ടേ. ഭോപ്പാലിൽ നിന്ന് നമ്മൾ പാസ്പോർട്ടൊക്കെ എടുത്ത് വിസയൊക്കെ എടുത്തിട്ട് വേണം ആയിരിക്കും പോകുന്നത്. അങ്ങനെ ഈ ഇടയ്ക്കുള്ള നാട്ടുരാജാക്കന്മാരൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാതെ ഇങ്ങനെ വെറും അബ്സർഡായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ അയൺ മാനായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എല്ലാവരെയും ശരിക്കും മനസ്സിലാക്കിച്ച് ക്യാരറ്റ് കൊടുക്കേണ്ടവന്ന് ക്യാരറ്റ് കൊടുത്തും അടി കൊടുക്കേണ്ടതെന്ന് വടി കൊണ്ട് അടി കൊടുത്തും ഒക്കെ എല്ലാവരെയും അംഗീകരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നെക്സ്റ്റ് ഈസ് ഹൈദരാബാദ്. ഹൈദരാബാദ് ഒരു ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഒരു വിധത്തിലും ഇണങ്ങാതെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റായിരുന്നു നവാബ് ഓഫ് ഹൈദരാബാദ്. ഇറ്റ് വാസ് ദി ലാർജസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിലി സ്റ്റേറ്റ്. ഏറ്റവും വലുതും അതേമാതിരി റിച്ചായിട്ടുള്ള പണക്കാരായിട്ടുള്ള ഒരു നവാബായിരുന്നു ഹൈദരാബാദിലേത്. കവേർഡ് എ ലാർജ് പോർഷൻ ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റു, ഡെക്കാൻ സമതലം എന്നൊക്കെ പറയുന്ന ആ സ്ഥലമുണ്ടല്ലോ. നിസാം മീർ ഹസൻ അലി വാസ് പ്രിസൈഡിങ് ഓവർ എ ലാർജ്ലി ഹിന്ദു പോപ്പുലേഷൻ ഇൻ ദി പ്രിൻസിലി സ്റ്റേറ്റ്. ഹിന്ദു പോപ്പുലേഷനൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അതിനെ ഭരിച്ചിരുന്നത് നിസാം മീർ ഹസൻ അലി. He was very clear on his demand for an independent state and blatantly refused to join the Indian Dominion. തികച്ചും മാനേതു, നോ, ഐ വിൽ നോട്ട് ജോയിൻ, ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് നിലകൊള്ളും. ഹി ഓൾസോ ഡ്രൂ സപ്പോർട്ട് ഫ്രം ജിന്നയുടെ സപ്പോർട്ടും വാങ്ങി. ജിന്നയ്ക്ക് അടുത്തില്ലാത്തവരൊക്കെ ജിന്ന പാകിസ്ഥാനിൽ വരുന്നില്ലെങ്കിലും നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിലകൊണ്ടോ എന്നുള്ളൊരു കുത്തിത്തിരിപ്പ് ജിന്ന ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടത്തും. അത് ഈ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. Both requests and threats from Patel and other mediators failed to change the mind of Nizam. നിസാമിനെ ചേഞ്ച് ചെയ്യാൻ ഇവർക്കൊന്നും പറ്റിയില്ല. ഹു കെപ്റ്റ് എക്സ്പാൻഡിങ് ഹിസ് ആർമി ബൈ ഇമ്പോർട്ടിങ് ആംസ് ഫ്രം യൂറോപ്പ്. അദ്ദേഹം യൂറോപ്പിൽ നിന്നൊക്കെ ആംസൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആർമി യുദ്ധം ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വഷളാവുന്നൊരു സ്ഥിതി വന്നു അവിടെ. തിങ്സ് ടുക്ക് എ ടേൺ ഫോർ ദി വേഴ്സ് വെൻ ആംഡ് ഫാമിലീസ് കാൾഡ് റജാക്കാർസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടായി. അൺലീഷ്ഡ് വയലൻസ് ടാർഗറ്റഡ് അറ്റ് ഹൈദരാബാദ് ഹിന്ദു റെസിഡൻസി. ഈ റജാക്കാർസ് എന്ന് പറയുന്നവർ എല്ലാവരും ആംഡാണ്, ആയുധധാരികളാണ്. അവർ വന്നിട്ട് ഹിന്ദുക്കളുടെ അഗൻസ്റ്റ് കൊലയും വയലൻസ് സ്റ്റാർട്ട് ചെയ്തു. The Congress government decided to make a more decisive turn after the Lord Mountbatten resignation in June 1948. അപ്പോൾ ഈ റസാക്കാർസ് എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട്. നമ്മളെ ഒവൈസിയൊക്കെ ആ സംഭവത്തിൽ പെടുന്ന ആളുകളാണ്. ഒവൈസിയുടെ ഫാദറൊക്കെ അന്നത്തെ ലീഡറാണ് അവിടുത്തെ, റസാക്കാർ ഫാമിലിയിലല്ല. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു, ഇതിൽ ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഇവിടെ എല്ലാം കൈവിട്ട് പോകുമെന്നുള്ളൊരു സംഭവമാണ് അവിടെ വന്നത്. അതിനിടയ്ക്ക് ലോർഡ് മൗണ്ട് ബാറ്റൻ അദ്ദേഹമായിരുന്നല്ലോ ഗവർണർ ജനറൽ. അദ്ദേഹം ജൂൺ 1948 റിസൈൻ ചെയ്തു. അയാൾ പറഞ്ഞു മതി, ഇനഫ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അയാൾ പോയി. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു.
അതൊക്കെ 1947 ഇൻഡിപെൻഡൻറ്റ് 1948 വരെ ഇവർ അനങ്ങുന്നില്ല ഇവർ. ഓൺ സെപ്റ്റംബർ 13, 1948 ഇന്ത്യൻ ട്രൂപ്സ് വെർ സെൻറ്റ് ടു ഹൈദരാബാദ് അണ്ടർ ഓപ്പറേഷൻ പോളോ. പിന്നെ ഗത്യന്തരമില്ലാതെ ഇന്ത്യൻ സേന അങ്ങോട്ട് കയറി ഒരു ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഇൻ ആൻ ആംഡ് എൻകൗണ്ടർ ദാറ്റ് ലാസ്റ്റഡ് ഫോർ അബൌട്ട് 4 days, 4 ദിവസം നീണ്ടുനിന്ന നല്ലൊരു യുദ്ധത്തിന് ശേഷം ദി ഇന്ത്യൻ ആർമി ഗെയിൻഡ് ഫുൾ കൺട്രോൾ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഹൈദരാബാദ് ബിക്കെയിം ദി ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഹൈദരാബാദ്. അങ്ങനെ യുദ്ധം ചെയ്ത് കീഴടക്കിയിട്ടാണ് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ച് എടുത്തത്. എന്താല്ലേ? അപ്പോൾ അതൊക്കെയാണ് പണ്ടത്തെ ഓരോരോ നാട്ടുരാജ്യം. അന്നൊക്കെ അവരുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ പറയുമ്പോൾ നമുക്കതൊരു വലിയ കാര്യമല്ല. ബട്ട് it was really great tragedy and struggle for them to get these princely status acceded to the Indian Union. ഓക്കെ, അടുത്തത് ജുനാഗഡ്. ജുനാഗഡ് ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്, ഇപ്പോഴും ഉണ്ട്. അവർ തീരെ സമ്മതിച്ചില്ല. അവർ സിറ്റുവേറ്റഡ് ഇൻ സൗത്ത് വെസ്റ്റേൺ എൻഡ് ഓഫ് ഗുജറാത്താണ്. ഇറ്റ് വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമോങ് ദി ഗ്രൂപ്പ് ഓഫ് കട്ടിയാവാഡ് സ്റ്റേറ്റ്സ്. കട്ടിയാവാഡ് സ്റ്റേറ്റിലെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാട്ടുരാജ്യമായിരുന്നു അത്. പോപ്പുലേഷനൊക്കെ ഹിന്ദുസ് ആയിരുന്നു കൂടുതൽ. പക്ഷേ റൂൾഡ് ബൈ നവാബ് മുഹമ്മദ് മഹാബത്ത് കാഞ്ചി III. അദ്ദേഹം തീരെ സമ്മതിച്ചില്ല. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ചേരണം എന്ന് പറഞ്ഞു. അതിനയാൾ പറഞ്ഞ കാരണം എന്താണ്? ജൂനാഗാഡ് സമുദ്രതീരം ഉണ്ട് അവിടെ. സമുദ്രതീരത്തിൽ കറാച്ചിയായിട്ട് ബന്ധമുണ്ട്. സമുദ്രതീരത്തിൽ ഞങ്ങൾ അടുത്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുടന്തൻ ന്യായമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അത് സമ്മതിച്ചില്ല. അപ്പോൾ അവിടെയുള്ള 2 സാമന്ത രാജാക്കന്മാർ അയാളുടെ അണ്ടറുണ്ടായിരുന്ന, ഒന്ന് മാംഗ്രോൾ ആൻഡ് ഒന്ന് ബാബരിവാഡ്. അവർ 2 പേരും പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയോട് ചേരുവാണെന്ന്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഈ കിങ്, ഈ നവാബ് ആ 2 രാജാക്കന്മാരുടെ എഗൻസ്റ്റ് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ ആക്രമിക്കാൻ നോക്കി. അപ്പോഴത്തേക്കും അടുത്തുള്ള ഓൾറെഡി ഇന്ത്യയിൽ ചേർന്ന ആളുകളെല്ലാം കൂടെ അവിടെ സേന അയച്ച് ആകെ പ്രശ്നമായി. അവിടെ 80% ഹിന്ദുസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലബിസൈറ്റ്, അതായത് പ്ലബിസൈറ്റ് നടത്തുമല്ലോ നമ്മൾ, ആളുകൾ പറയട്ടെ അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ അഭിപ്രായം ആരാഞ്ഞിട്ട് ചെയ്യാന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു. അപ്പോൾ പ്ലബിസൈറ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് അന്ന് മുഹമ്മദ് ജിന്നയും പാകിസ്ഥാൻ പ്രസിഡൻറ്റ് അയാളും അതിന് തയ്യാറെടുത്തു. അങ്ങനെ ഇവർ പ്ലബിസൈറ്റ് നടത്തിയിട്ട് ആണ് ഇത് വിലയം പ്രാപിച്ചത്. അതിനിടയ്ക്ക് ഈ നവാബിന് മനസ്സിലായി ഇത് നമ്മുടെ പരിപ്പ് ഇവിടെ വേവൂലാന്ന്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് 26 ഒക്ടോബറിന് കംപ്ലീറ്റ് ട്രഷറി കാലിയാക്കിയുള്ള പൈസയും സ്വർണവും ജേവരാത്തും ജുവല്ലറിയും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് അയാൾ പാകിസ്ഥാനിലേക്ക് സ്ഥലം വിട്ടു. അപ്പോൾ ദി ദിവാൻ ഓഫ് ജൂനാഗഡ്, അയാളുടെ പേരൊന്ന് ശ്രദ്ധിക്കണം, സർ ഷാ നവാസ് ഭൂട്ടോ. അയാളുടെ പേരായിരുന്നു സർ ഷാ നവാസ് ഭൂട്ടോ, ദിവാൻ. അയാൾ ഇന്ത്യയോട് പറഞ്ഞു ഞാൻ ദിവാനാണ്, എനിക്കിപ്പോൾ നവാബ് ഓടിപ്പോയി, എനിക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് നാട്ടുകാരുടെ നോക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ നവാബ് ഭൂട്ടോ അദ്ദേഹം ഫാദർ ഓഫ് മോർ ഫേമസ് ജുലിഫിക്കർ അലി ഭൂട്ടോ, അതായത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർക്കായി പിന്നെ ശോഭിച്ച അയാളുടെ ഫാദറായിരുന്നു ഈ ദിവാൻ. ഹി ഡിസൈഡഡ് ടു ഇൻവൈറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഇൻ്റർവ്യൂൻ. അതായത് ജുൽഫിക്കർ അലി ഭൂട്ടോയുടെ അച്ഛൻ ദിവാൻ. അവനെ ഗവൺമെൻറ് ഇൻവിറ്റേഷൻ അംഗീകരിച്ച് പ്ലബിസൈറ്റ് നടത്തി ഫെബ്രുവരി 1948 വിച്ച് വെൻറ്റ് ഓൾമോസ്റ്റ് യുനാനിമസ്ലി. എല്ലാവരും ഇന്ത്യയുടെ ഫേവറിലാണ് അതിനകത്ത് വോട്ട് ചെയ്തത്. ജൂനാഗഡ് ബിക്കം പാർട്ട് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ്ലി. അങ്ങനെയാണ് ജൂനാഗഡ് ഇന്ത്യയുടെ പാർട്ടായിരുന്നു. അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് കാശ്മീരിനെ പറ്റിയാണ്. വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നാളെ കൺക്ലൂഡിങ് പാർട്ട് കംപ്ലീറ്റ് പാകിസ്ഥാൻ, കാരണം പാകിസ്ഥാൻ്റെ അവിടെ ഇൻവേഷനും കാര്യങ്ങളും ഒരുപാടുണ്ട്. കാശ്മീർ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അത് അടുത്ത എപ്പിസോഡ് പാർട്ട് 3 നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തീർച്ചയായും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.